കരിക്കോളം ഇവിടെ പറയുന്ന ഞാൻ ഇവിടെ വൈകിട്ട് കുറച്ച് എന്റെ അല്ല അപ്പൊ ആരും അതായത് ഇവക്ക് ഇങ്ങനെ ബാക്കിയുള്ള കേസ് ഒരു 10 മിനിറ്റ് ഇനി ഞാൻ വൈകി വരില്ല ഇവിടെ വൈകിട്ട് എന്നെ കൊച്ചിലാണ് പറയുന്നത് അല്ലല്ലേ അപ്പൊ ഞാൻ ഒന്ന് പറയാം. അപ്പോൾ നാജില ഷാന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഭദ്രമായ സ്വാഗതം. അവരെ അറിയാത്തവർക്കായി ഫസ്റ്റ് നമ്മുടെ ചാനൽ കാണുകയാണെങ്കിൽ അവർക്കായി ഞാൻ അവരെ ഒന്ന് പരിചയപ്പെടുത്താം. അവർ ഒരു ഫാമിലി ബ്ലോഗറാണ്. 3 വിവാഹം ചെയ്തതിൽ 3 പരാജയപ്പെട്ട ശേഷം 4ാമത്തെ വിവാഹം ചെയ്ത അദ്ദേഹത്തിൻ്റെ പേരാണ് ഷാൻ. അതായിരുന്നു ഇതുവരെ അവരുടെ ചാനലിൻ്റെ പേര്, നാജില ഷാൻ എന്നായിരുന്നു. ആ 3 കല്യാണത്തിൽ ഇവർക്ക് 3 കുട്ടികളുമുണ്ട്. അതിലെല്ലാം പരാജയപ്പെട്ട ശേഷമാണ് ഈ ഷാനുമായിട്ട് പ്രണയബന്ധത്തിലാവുന്നതും ആ പ്രണയബന്ധം ഉമ്മ വീട്ടിൽ പൊക്കുകയും അവസാനം അവരുടെ കൂടെ ഇറങ്ങിപ്പോവുകയുമായിരുന്നു. അതിനുശേഷം അവർ കാര്യമായ രീതിയിൽ നിക്കാഹെല്ലാം കഴിച്ച് സുഖമായിട്ട് ജീവിച്ചു വരികയായിരുന്നു എന്നുള്ളത് തന്നെയാണ് സത്യം. ആ സമയത്തെല്ലാം വളരെ പാട്ടും പാടി ഉല്ലസിച്ച് ഡാൻസ് എല്ലാം ചെയ്തുകൊണ്ട് മംഗളമായിട്ട് മുന്നോട്ട് പോകുന്ന ഓരോ വീഡിയോകൾ ഇവരുടെ ചാനൽ പോയി നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ആ സമയത്തെല്ലാം അവരുടെ ഉമ്മയും അതുപോലെ തന്നെ നാട്ടുകാരും ആങ്ങളമാരും എല്ലാം പലപ്പോഴായിട്ട് പറഞ്ഞതാണ് ഈ ഷാൻ എന്ന് പറയുന്ന വ്യക്തി മദ്യപാനിയാണ്, അദ്ദേഹത്തിൻ്റെ കൂടെ നീ ഇറങ്ങിപ്പോണ്ട എന്നെല്ലാം പറഞ്ഞ് അതെല്ലാം തട്ടി മാറ്റിക്കൊണ്ട് ഷാൻ്റെ വീട്ടിൽ പോയ ശേഷം ലൈവ് ഇട്ട് ഉമ്മാനെ തെറിവിളിക്കുന്ന നാജിലയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. എന്നാൽ ഈ കല്യാണ ബന്ധം അങ്ങനെ മുന്നോട്ട് പോയതിനു ശേഷം 4ാമത്തെ പ്രാവശ്യവും അതുപോലെ നമ്മുടെ നാജില 4ാമതൊരു കുട്ടിയുമായി ഗർഭിണിയായിരിക്കുന്ന സമയത്താണ് വീണ്ടും ഈ ഷാൻ പ്രശ്നങ്ങളെല്ലാം തുടങ്ങുന്നത്. ആ ഒരു സമയത്ത് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിരുന്നു, ആ നാട്ടിലുള്ള നാട്ടുകാരോ അല്ലെങ്കിൽ വീട്ടുകാരോ അതുമല്ലെങ്കിൽ അവിടുത്തെ പള്ളി കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും ഒരു തീരുമാനം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക തന്നെ വേണം. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് 3 കുട്ടികളുടെ ഒരു ഭാവി, 4ാമതൊരു കുട്ടി വയറ്റിൽ വളരുന്നുമുണ്ട്. അവരുടെ ഒരു ഭാവി തീർച്ചയായിട്ടും നിങ്ങൾ നാട്ടുകാരൊന്ന് പരിഗണിക്കുക തന്നെ വേണം. അല്ലാത്ത ഘട്ടത്തിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ ഭാവി തലമുറയിലേക്ക് വളർന്നു വരേണ്ട കുട്ടികളാണ്, അവരുടെ ഭാവിയും നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കുട്ടികളെല്ലാം കണ്ടു വളരുന്നത് ഈ ഉപ്പ കള്ള് കുടിച്ച് വന്ന് പറയുന്ന തെറികൾ തീർച്ചയായിട്ടും അവരുടെ ബുദ്ധിശക്തിയെ അത് കാര്യമായ രീതിയിൽ ബാധിക്കുകയും അതിനുള്ള അവരുടെ ലൈഫുകൾ തീർച്ചയായിട്ടും അതിനെ സ്വാധീനം ചെലുത്തുകയും ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ദയവ് ചെയ്ത് ഈ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടിയന്തരമായിട്ട് പോലീസുകാർ അവരുടെ വൈക്കതിൻ്റെ നിയമവൈക്ക് മുന്നോട്ട് പോയിക്കോട്ടെ. പക്ഷേ നാട്ടിലുള്ള നിങ്ങളുടെ കമ്മിറ്റികളും അതുപോലെ തന്നെ നാട്ടിലെ മഹല്ല് കമ്മിറ്റികളായാലും മറ്റ് കമ്മിറ്റികളായാലും അയൽവാസികളായാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒന്നുകിൽ അവരെ നേർവഴിക്ക് നടത്തുക, അതുമല്ലെങ്കിൽ ആ ബന്ധം പിരിച്ചതിന് ശേഷം സുഖമായിട്ട് സ്വന്തമായിട്ട് ജീവിക്കാനുള്ള സാഹചര്യം ആ സഹോദരിക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. ഈ അടുത്തിടെ ഷാൻ കാണിച്ച് അവിടെ വന്നുകൊണ്ട് ഇവരുടെ കുട്ടിയല്ല എന്നാണ് ഇപ്പോൾ നാജില പറയുന്നത്. ഷാൻ്റെ കുട്ടിയല്ല എൻ്റെ വയറ്റിൽ വളരുന്നത് എന്നാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, നാജില പറഞ്ഞതാണ്. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. പിന്നെ എനിക്കൊന്നും പറയാം. ഞാന് നജില വീട്ടിലാണ്. നജില പറയണ അവളെ വയറ്റിൽ കിടന്ന കൊച്ച് പറയാൻ എന്റെ വല്ല ഒന്ന് പറഞ്ഞില്ലേ മൊത്തം ഓടി ഇടുക അങ്ങനെയല്ല. ഞാൻ കുടിച്ച കരിക്കോളം ഇവിടെ പറയുന്ന ഞാൻ ഇവിടെ വയറ്റിൽ കിടന്ന കൊച്ച് എന്റെ അല്ല അപ്പൊ ആരും അതായത് ഇവക്ക് ഇങ്ങനെ ബാക്കിയുള്ള കേസ് ഒരു 10 മിനിറ്റ് ഇനി ഞാൻ വൈകി വരില്ല ഇവിടെ വൈകിട്ട് എന്നെ കൊച്ചിലാണ് പറയുന്നത് അല്ലല്ലേ അപ്പൊ ഞാൻ ഒന്ന് പറയാം ശരി ആയിക്കോട്ടെ. നിന്റെ വൈകിട്ട് അപ്പൊ എന്റെ കൊടുക്കാൻ നിന്റെ വൈകിട്ട് അത് പറഞ്ഞാൽ ഇതാണല്ലേ ഇതാണ് സംഭവം. ഇവിടെ പറയുന്ന എന്റെ കൂടെ കിടന്നിട്ട് എന്റെ കൊച്ചാണ് എന്ന് എന്നെ ബോധ്യപ്പെടുത്തി. ഇപ്പൊ എന്റെ കൊച്ചല്ല എന്നാണ് ഇവിടെ പറയുന്നത്. അല്ല അപ്പൊ എന്റെ കൊച്ചല്ല കേട്ടല്ലേ എല്ലാവരും അല്ലേ അത് മതി.
ആ വീഡിയോ നിങ്ങൾ കണ്ടു കാണും. ഗത്യന്തരമില്ലാത്ത രീതിയിൽ ആ സഹോദരി പറഞ്ഞതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ കുട്ടിയല്ല അവകാശവും പറഞ്ഞുകൊണ്ട് ആരും ഇങ്ങോട്ട് വരണ്ട എന്ന് നാജില പറയുന്നത് അവരുടെ വിഷമം കൊണ്ട് മാത്രമാണ്. കാരണം ഒരു പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തൊക്കെ സ്ത്രീകൾക്ക് ഒരു കരുതലും ഒരു സ്നേഹവും തീർച്ചയായിട്ടും ഒരു തലോടലും എല്ലാം ആവശ്യമാണ്. അതൊന്നും കിട്ടാത്ത ഒരു സഹോദരിയുടെ വേദനയാണ് അതിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയെടുക്കുന്നത്. പക്ഷേ അവർ തീർച്ചയായിട്ടും അവരുടെ ചാനലിലും അവരുടെ ജീവിതത്തിലും എല്ലാം ഇത്തരം കാര്യങ്ങളെല്ലാം കണ്ടന്റാക്കി ഉപയോഗിക്കുന്ന ഒരാളാണ് നാജില എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതൊന്നും നമുക്ക് വിശ്വസിക്കാൻ വേണ്ടി പറ്റുകയില്ല. കാരണം നിങ്ങൾ ഇതെല്ലാം കണ്ട് വിഷമിച്ചിരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. നാളെ തന്നെ ചിലപ്പോൾ ഷാൻ വന്ന് അവരുടെ തൊഴിൽ കഴിയിട്ട് ഒരു പാട്ടുമായി തീർച്ചയായിട്ടും ആടിക്കുഴഞ്ഞ് മറ്റൊരു വീഡിയോവുമായിട്ട് ചിലപ്പോൾ നാജില പിന്നെയും വന്നേക്കാം. അതിനും സാധ്യതയുണ്ട്. ഇനി എന്താണ് നാജിലേക്ക് പറയാനുള്ളത് നമുക്ക് അതോടി കേൾക്കാം. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ നമുക്ക് മക്കൾക്കൊക്കെ സുഖമാണ്. ഞാൻ പിന്നെ ലാബിൽ റിസൾട്ട് പഠിക്കാൻ പോവുകയാണ്, ഞാനും മോളും. പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കണം. പിന്നെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഇപ്പം നിരന്തരം പ്രശ്നമാണ്. ഒരു ദിവസം ഞാൻ നിങ്ങളുടെ അടുത്ത് അറിയിച്ചില്ല, അന്ന് പോലീസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഇടയിൽ. പിന്നെ ഞാൻ വിചാരിച്ച് പോട്ടെ എന്ന് വിചാരിച്ച് വീണ്ടും ഇന്നലെ അതുകൊണ്ട് ഞാനൊരു കാര്യം പറയണേ, ഈ കുഞ്ഞിൻ്റെ പേരിൽ അവകാശവും പറഞ്ഞ് ഇനി വരണ്ട. കാരണം ഒരു ഗർഭകാലഘട്ടത്ത് ഒരു പുരുഷൻ ചെയ്യുന്ന കുറച്ച് കടമകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടാണ് ഈ സ്കാനിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ടൊരു വാപ്പ അവകാശം പറഞ്ഞ് കുടിച്ച് ലഹാനും ഇല്ലാതെ ഇവിടെ വന്ന് കയറണ്ട. ഈ കുഞ്ഞിൻ്റെ വാപ്പ നിങ്ങളും അല്ല. വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ഈ കുട്ടീൻ്റെ മോൾ യാതൊരു അധികാരവും ഷാനില്ല എന്നും ആ അധികാരം പറഞ്ഞുകൊണ്ട് ഇനി തീർച്ചയായിട്ടും എന്നെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരേണ്ടതില്ല, കുട്ടിയുടെ തന്ത ഷാനല്ല എന്ന് വളരെ വ്യക്തമായിട്ട് നാജില ഇപ്പോൾ പറയുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും എങ്ങനെയെങ്കിലും ആ സൂര്യക്കേടിലൊന്ന് തല ഊരണം എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് ഇപ്പോൾ നാജില വന്നിരിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം. കാരണം ഉമ്മയുടെ വാക്കും ഞാൻ പറഞ്ഞതുപോലെ സഹോദരങ്ങളുടെ വാക്കും എല്ലാം തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് സ്വന്തം ഇഷ്ടത്തിനും സുഖത്തിനും വേണ്ടിയിട്ട് 3 കുട്ടികളെയും കൂടി ഓർക്കാതെ അവരുടെ ഇപ്പം ഇറങ്ങിപ്പോയ സമയത്ത് പോലും ചിന്തിക്കാത്ത ഒരു കാര്യം ഇപ്പോൾ നാജില ചിന്തിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഇത് തന്നെയാണ് പറയുന്നത്. കർമ്മഫലം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. ചിന്തിക്കാതെ എടുത്തു ചാടി പോകുന്ന തീർച്ചയായിട്ടും ഇന്നത്തെ പെൺകുട്ടികൾ ഇതൊക്കെ ഒന്ന് കണ്ടിരിക്കുന്നത് നല്ലതാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ബാക്കി കാണും. അതുകൊണ്ട് ഞാനിതാ ഇപ്പോൾ പറയണം, എനിക്ക് നിങ്ങളോട്ട് വേണ്ടേന്താണ്. കാരണം എന്ന് വെച്ചാൽ 3 മക്കൾക്ക് ഉപ്പയില്ല, അതുകൊണ്ട് ഇതിനും വേണ്ട. കാരണം എല്ലാം പറഞ്ഞ് സമ്മതിച്ച് സ്നേഹിച്ചപ്പം എല്ലാ കാര്യങ്ങളും പറഞ്ഞ് എല്ലാ രീതിയിലും ജീവിക്കാനുള്ളതെല്ലാം ഞാൻ എടുത്തു തന്നു. സഹിയിട്ടിട്ട് പറയണം, ഈ കുഞ്ഞിന് വാപ്പയില്ല, അതിനായിട്ട് അവകാശം പറഞ്ഞ് വരെയും വേണ്ട. ഇനി ആളുകളെ കൊണ്ട് കോമാളിയാവാൻ ഞാനില്ല, കുറേ ആയി. ഇങ്ങനെയുണ്ടാ കുടിയൻ നമ്മുടെ നാട്ടിൽ? ഇങ്ങനത്തെ ഒരു കുടി ആർക്കുമില്ല. എന്നാൽ നീ കുടിച്ചിട്ട് ചീത്ത വിളിക്കാതിരി, പതുക്കെ സംസാരിരി. ഇത് കൂട്ടിപ്പിടിച്ചുള്ള ചീത്ത എല്ലാവരെയും ചേർത്ത് റിസൾട്ട് മേടിക്കാൻ പോവേണ്. ഒരു ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഒരു പെണ്ണിന് സമാധാനം തന്നില്ലെങ്കിൽ പിന്നെ ഏത് കാലഘട്ടത്തിൽ തരും സമാധാനം എനിക്ക്? ഇന്ന് ഞാൻ ഒറ്റപ്പെട്ടു പോയി. അതിനുള്ള കാരണം നിങ്ങളെ എടുത്തതിൻ്റെയാണ്. നാടും വീടും എല്ലാവരെയും ഉപേക്ഷിച്ച് നിങ്ങളെ കൂടെ ഞാൻ ഇറങ്ങി വന്നു, ഒരു സ്നേഹമുള്ളൊരു ജീവിതം കിട്ടാൻ വേണ്ടി. അതിൻ്റെ അപ്പുറത്തെ ഒരു തള്ളയും സഫീന താഴത്ത് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയാം. നിങ്ങൾ എങ്ങനെ എന്തായാലും ഞാൻ പ്രസവിക്കാൻ വിധി ഉണ്ടെങ്കിൽ കുഞ്ഞിനെ കാണും. ഈ ഒരു അവകാശവും പറഞ്ഞ് ഇനി വരണ്ട. പിന്നെ ഞാൻ തന്നതൊക്കെ എൻ്റെ ബൈക്ക് അങ്ങ് തിരികെ തരണം. കാരണം എൻ്റെ പേർക്ക് കിടക്കണം, കാറ് കൊണ്ടുവയ്ക്കും. എനിക്കൊന്നും വേണ്ട. എൻ്റെ മുമ്പിൽ നിഴലായിട്ട് പോലും വരരുത്, അത്രയേ ഉള്ളൂ. എല്ലാ ബാധ്യതകളും അങ്ങോട്ടും ഇങ്ങോട്ട് തീർക്കണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ടുണ്ട്. പോലീസ് വരാൻ പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് അവിടെ സൗകര്യം വെക്കുമ്പോൾ വരിക. ഷാൻ്റെ അടുത്താണ്. പിന്നെയും ഇതാ വന്ന് പറയുന്നു, ഷാനോട് അങ്ങനെ പറയണം. പോലീസ് സ്റ്റേഷനിൽ വന്നതിന് ശേഷം കാറ് ഷാൻ എടുത്തോട്ടെ, ബൈക്ക് എനിക്ക് തരണം, ഷാൻ കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കണം ഇതും ഒരു ഉടായ്പാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. ഷാനോട് പറയാനുള്ളത്, ഷാൻ വീട്ടിൽ വന്ന് പ്രശ്നമുണ്ടാക്കിയ സമയത്തോ ഷാൻ്റെ നമ്പറിൽ വിളിക്കാത്ത ഒരാളോ ഒന്നുമല്ല നാജില. ഇത് ഷാനോട് നേരിട്ട് അങ്ങോട്ട് പറഞ്ഞാൽ പോരെ. പിന്നെയും ഈ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് ഇങ്ങനെ കുറയ്ക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇതിന് മറുപടി പറയാൻ വേണ്ടി നാളെ ഷാൻ തീർച്ചയായിട്ടും ലൈവായിട്ട് വരും. അതിൽ നാജില 10 തെറി പറയും. അതും നാജില ഒരു കണ്ടൻ്റാക്കി നാളെ വീഡിയോ ലൈവായിട്ട് വരും. ഇങ്ങനെയുള്ള ഒരു സീരിയൽ മോഡൽ ഇതിങ്ങനെ തുടർന്നു പോകുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. യാതൊരു കാരണവശാലും ഒരു വിശ്വസ്തത എന്ന് പറയുന്ന സാധനം ഈ നാജില എന്ന് പറയുന്ന ഈ സഹോദരിക്ക് ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ഇവരുടെ വീഡിയോ കണ്ടെടുത്തോളം കാലം തീർച്ചയായിട്ടും ഒന്ന് പറയുന്നു, പിറ്റേന്ന് മാറ്റി പറയുന്നു. ഇന്ന് ഷാൻ പോയി എന്ന് പറയുന്നു, ഞാൻ വിവാഹം ഒഴിവാക്കി എന്ന് പറയുന്നു. 2 ദിവസം കഴിഞ്ഞ ശേഷം ഷാൻ തിരിച്ചു വന്നു എന്ന് പറഞ്ഞ് വീഡിയോ ഇടുന്ന നാജിലയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇപ്പോൾ നാജില വീണ്ടും അവരുടെ ചാനലിലെ പേരെല്ലാം മാറ്റി നാജില മസൂറ എന്ന് പറയുന്ന മകളുടെ പേരിലേക്കാക്കി മാറ്റിയിട്ടുണ്ട്. ഇവരെ കല്യാണം കഴിച്ചതിന് ശേഷമായിരുന്നു അത് മാറ്റിയെല്ലാം കൂടി നാജില ഷാൻ എന്നാക്കിയത്. ഇതൊക്കെ ഒരു തട്ടിപ്പാണോ എന്ന് തീർച്ചയായിട്ടും കാണുന്ന ആൾക്കാർക്ക് സംശയം തോന്നിയാൽ നമുക്ക് അവരെ കുറ്റം പറയാൻ വേണ്ടി സാധിക്കുകയില്ല. ഇനി അവസാനം ഷാൻ്റെ ഉമ്മാനെയും 10 തെറി പറയുന്നുണ്ട്. നമുക്ക് അതുകൂടി കേട്ട് വീഡിയോ അവസാനിപ്പിക്കാം. വരിക, ഞാനും അവിടെ വരാം, ഞാനും എല്ലാവരും കൂടെ വരാം. കാരണം അവിടെ വെച്ച് നമുക്ക് ഇതാക്കാം. കാരണം നാളേക്ക് കുടിച്ചോണ്ട് എൻ്റെ ഭാര്യയാണ്, എൻ്റെ കൊച്ചാണ് എന്ന് പറഞ്ഞ് ഭാര്യയും കൊച്ചും ഒക്കെ ആവണേന് കുറച്ച് കടമകളുണ്ട്.
നിനക്ക് കുടിക്കാൻ പൈസയുണ്ട്. ഞാൻ ഇത്രയും ദിവസം കുടിച്ചില്ല വാപ്പ, ഇന്നാണ് കുടിച്ചത്. എന്നാണ് കുടിക്കാതിരുന്നിട്ടുള്ളത് നമ്മളെ ലൈഫിൽ വന്നിട്ട്? എന്നിട്ട് സമൂഹത്തിൻ്റെ മുമ്പിൽ ഞാൻ മാറ്റി 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 കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഡോക്ടർ പലതവണയും പറഞ്ഞു ഈ കുടിക്കണ ഇത് മരുന്ന് തരാം, ഗുളിക തരാം. ഇല്ല ഡോക്ടറെ, അങ്ങനത്തെ ടെൻഡൻസി ഇല്ല മക്കളെ. നമ്മൾ സിനിമയിലും ഇതിലൊക്കെ കാണുന്നതാണ് അടിക്കുന്നത്. അതാ ക്രിമിനലിസം. ഇന്നലെ ഞാൻ റബ്ബിനാണ് പേടിച്ചു പോയി. 8:30-9 മണിയായപ്പോൾ ഞാൻ ലൈവ് ഇടാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നപ്പോൾ നിജി എന്നൊരു വിളി കേട്ട് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഇതാ നിൽക്കുന്നത്. ഞാൻ എന്നെ ഫസ്റ്റ് വന്നോടനെ എൻ്റെ മൊബൈലാണ് ചോദിച്ചത് വെട്ടിപ്പൊട്ടിക്കാൻ. ഒന്ന് വെട്ടിപ്പൊട്ടിച്ച് കൊടുവാല്ല, അന്ന് പുകയെല്ലാം വന്ന്. അന്ന് ഞാൻ മറച്ചു വെച്ചു. എന്നിട്ട് ഞാൻ ബക്കറ്റിൻ്റെ അടിയിൽ സൈലൻ്റായിട്ട് കൊണ്ടുവച്ചിട്ട് ഒളിച്ചു പോയി എന്നാണ് വാപ്പായെ വിളിച്ചത്. വാപ്പ ആ നിമിഷം കയറി വന്നു. കാരണം എന്ന് വെച്ചാൽ കൊച്ചുങ്ങൾ 3 കിടക്കണം. എനിക്ക് ഉറങ്ങി ഓടാൻ പറ്റൂല. കുടിച്ച് നിൽക്കുന്ന ഒരാൾക്ക്, ബുദ്ധിമറിഞ്ഞ് നിൽക്കുന്ന ഒരാളൂടെ നമ്മൾ എന്ത് പറഞ്ഞാലും അവരത് അംഗീകരിക്കില്ല. അവർക്ക് വായി തോന്നിയതാണ് അവർ പറയണത്. നിങ്ങൾ വിചാരിക്കുക അവൻ കുടിച്ചിട്ടില്ല, അതാ നാറ്റം കാരണം അടുത്ത് വരത്തില്ല. എന്തായാലും ഇന്നലെ എന്നത്തെയും പോലെ അല്ല, ഇന്നലെ ഒത്തിരി നല്ല ഉണർത്തിയാണ് കൊടുത്തിട്ടുള്ളത്. കാരണം എന്ന് വെച്ചാൽ നാളേക്ക് വന്ന് ചീത്ത വിളിക്കും ബഹളം. അല്ലെങ്കിൽ നീ പകല് വന്നിട്ട് പാപ്പാ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ നിനക്ക് ആരെങ്കിലും കൂട്ടിക്കൊണ്ട് വരണം. എൻ്റെ മോനിക്ക് ഞാനുണ്ടെന്ന് പറഞ്ഞാലോ, നിങ്ങളെന്തായാലും ഈ കോമ്പൗണ്ടിൽ കയറണം, നിങ്ങൾ വരെയും വേണ്ട. അങ്ങനല്ല, ആരെങ്കിലും ഒന്ന് കൂട്ടിക്കുന്നത്. ബന്ധുക്കൾ ആരും ഇല്ലേ? എല്ലാവരെയും ജുമൈലാനെ ഇല്ലാതാക്കി കണക്ക് തള്ള എന്നെ ഇല്ലാതാക്കാമെന്ന് വിചാരിച്ചാൽ, നിങ്ങൾ പറഞ്ഞ കണക്ക് ഞാൻ കേൾക്കുമെന്ന് വിചാരിച്ചാൽ, എപ്പോഴും ഞാൻ ഇത് മോട്ടിച്ച്, മാല മോട്ടിച്ച്, അല്ല കമ്മല് മോട്ടിച്ച്, എപ്പോഴും ഞാൻ 1000 രൂപ മോട്ടിച്ച്. ഞാൻ തന്നതിനൊന്നും കണക്കില്ല. തിന്നതിന് ഞാൻ തിന്നിട്ട് തിന്നെന്നല്ലേ പറയണത്. ഞാൻ ചെന്ന സമയത്ത് കൊഞ്ച് ചുരുളും പോലെയാണ് ഇരുന്നത്. ഞാൻ ചെന്നപ്പോഴത്തേക്ക് പയർ കണക്ക്. അപ്പോൾ ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ കൊടുത്ത ഭക്ഷണത്തിൻ്റെ കണക്ക്, കൊടുത്ത പൈസയുടെ കണക്ക് ആ ഉമ്മ അവിടെ പോയ സമയത്ത് ഷാൻ്റെ ഉമ്മയെ കൊണ്ടാണ് പറയുന്നത്. ഞണ്ട് ചുരുണ്ട പോലെ ആയിരുന്നു പോലും അതിനുശേഷം പയറ് വീർത്ത പോലെ ആയി മാറി എന്നൊക്കെയാണ് പറയുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്. നാജിലാക്ക് തീർച്ചയായിട്ടും ഈ ഒരു പ്രശ്നം അവരുടെ ജീവിതത്തിൽ അവിടെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. എപ്പോഴാണ് ആരെയാണ് ചീത്ത പറയുക, എപ്പോഴാണ് ആരെയാണ് നന്നാക്കി പറയുക എന്ന് നമുക്കൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുകയില്ല. ഇതുവരെ ഷാൻ്റെ കുടുംബക്കാരെക്കുറിച്ച് നന്നാക്കി പറയുന്ന ഒരുപാട് വീഡിയോകൾ ഇതിൻ്റെ മുന്നേ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതിൽ ഷാനെ മാത്രമാണ് കുറ്റം പറയുന്നത്. ഷാനാണ് കള്ളുകൂടി, ഷാനാണ് മോശം, ഉമ്മ നല്ല ആളാണ് എന്ന് പറയുന്നത് നമുക്ക് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഉമ്മയെക്കുറിച്ചും ചീത്ത പറയുന്നു. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ജീവിതത്തിൽ തീർച്ചയായിട്ടും ഇതൊക്കെ നിങ്ങളെ തന്നെ തിരിഞ്ഞു കുത്തുക തന്നെ ചെയ്യും. ഇതൊരു കണ്ടന്റ് ആവാനാണ് സാധ്യത. ഇതൊന്നും ഒരു ഒറിജിനൽ വീഡിയോ ആയിട്ട് ഞാൻ കാണുന്നില്ല. കാരണം ഇത്രയും കാലം കണ്ട അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് നാളെ മാറ്റി പറയാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. തീർച്ചയായിട്ടും ആ സഹോദരി ഒരു ഗർഭിണിയാണ്. ആ കുട്ടികളുടെ കാര്യം ആലോചിച്ച് തീർച്ചയായിട്ടും നിങ്ങൾ എന്തെങ്കിലും ഒരു നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നതോടൊപ്പം തന്നെ നാട്ടിലുള്ള ആൾക്കാരെല്ലാം തീരുമാനമെടുത്ത് ഇതിൽ ഇടപെട്ട് ഒരു തീരുമാനം ഉണ്ടാക്കി കൊടുത്താൽ തീർച്ചയായിട്ടും ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാണ് ഈ വീഡിയോ കാണാൻ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങളെ കമൻറ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയി വരുന്നവരെ നന്ദി, നമസ്കാരം, ബൈ.